കണ്ണാടിക്കൽ കൂറ്റഞ്ചേരി ശിവക്ഷേത്ര മഹോത്സവത്തിന്റെ മൂന്നാം ദിവസമായ തിങ്കളാഴ്ച കാലിക്കറ്റ് മ്യൂസിക്കിന്റെ നേതൃത്വത്തിൽ മധുരിക്കും ഓർമ്മകൾ സംഗീത നിശ സംഘടിപ്പിച്ചു. 24-ന് തുടക്കം കുറിച്ച മഹോത്സവം 31-ന് സമാപിക്കും. കണ്ണാടിക്കൽ കൂറ്റഞ്ചേരി ശിവക്ഷേത്ര മഹോത്സവത്തിന്റെ മൂന്നാം ദിവസമായ തിങ്കളാഴ്ച കാലിക്കറ്റ് മ്യൂസിക്കിന്റെ നേതൃത്വത്തിൽ മധുരിക്കും ഓർമ്മകൾ സംഗീത നിശ സംഘടിപ്പിച്ചു. എട്ട് ദിവസങ്ങളിലായി നടക്കുന്ന മഹോത്സവത്തിന് 24-ന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചാത്തനാട്ട് ഇല്ലത്ത് രാമചന്ദ്രൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന കൊടിയേറ്റ കർമ്മത്തോടെയാണ് തുടക്കം കുറിച്ചത്. തുടർന്ന് അന്നേ ദിവസം പഞ്ചകാന്ത കലശം, ശ്രീഭൂതബലി, മുളയിടൽ, ചെറുകൊടി പൂജ എന്നീ പൂജാകർമ്മങ്ങളും നടന്നു. കൊടിയേറ്റു കർമ്മത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഭരതനാട്യം, മോഹിനിയാട്ടം, മുത്തപ്പൻ നൃത്തം, കോലാട്ടം, നൃത്തശില്പം എന്നിവയും അരങ്ങേറി. 27-ന് രൂപേഷ് ആർ മാരാറിന്റെ നേതൃത്വത്തിൽ ശാസ്ത സഹസ്രനാമ പാരായണം, വൈകിട്ട് ഗാനമേള, 28-ന് ബാലൻ നായർ അവതരിപ്പിക്കുന്ന സഹസ്രനാമ പാരായണം, രതീഷ് മേപ്പയൂർ ആൻഡ് ആതിര കൃഷ്ണൻ നയിക്കുന്ന ഗാനമേള, 29-ന് ലളിത സഹസ്രനാമ പാരായണം, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫ്രെയിം, അമൃത വർഷിണി, ശ്രീഹരി എന്നിവർ നയിക്കുന്ന മെഗാ ഗാനമേള, 30-ന് യുഗേഷ് ഭാസ്കർ ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന ഭക്തിഗാനസുധ, വൈകിട്ട് ഡബിൾ തായമ്പക, നൃത്തനൃത്യങ്ങൾ തുടങ്ങി വിവിധ പരിപാടികൾ അരങ്ങേറും. 31-ന് ആറാട്ട് എഴുന്നള്ളത്ത്, പട്ടണ പ്രദർശനം തുടങ്ങി കൊടിയിറക്കലോടെ ഉത്സവത്തിന് സമാപനം കുറിക്കും. കൂറ്റഞ്ചേരി ശിവക്ഷേത്രത്തിൻ്റെ 73ാമത് മഹോത്സവത്തിനാണ് ക്ഷേത്രം തന്ത്രി ചാത്തനാട്ടില്ലത്ത് രാമചന്ദ്രൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ കൊടിയേറ്റം നടത്തിയിട്ടുള്ളത്. അതിൻ്റെ മുന്നോടിയായിട്ട് മെഞ്ഞാന്ന്, അതായത് 23-ാം തീയതി കൂറ പവിത്രം പ്രാസാദ ശുദ്ധി എന്നുള്ള ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ എല്ലാ ദിവസവും ചെറുകൊടി പൂജ, വിളക്കാചാരം, ശ്രീഭൂതബലി, കാഴ്ച ശീവേലി എന്നീ പരിപാടികൾ എല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്നതാണ്. 29-ാം തീയതിയാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്സവത്തിൻ്റെ കാര്യമായ ഉത്സവബലി എന്ന കാര്യം നടക്കുന്നത്. 30-ാം തീയതി പള്ളിവേട്ട, അത് മേളത്തോടു കൂടിയിട്ട് പള്ളിവേട്ട ക്ഷേത്രത്തിലേക്ക് ആന മറ്റ് ആചാരങ്ങളോട് കൂടിയിട്ട് ക്ഷേത്രത്തിലേക്ക് വരുന്നത് 30-ാം തീയതിയാണ്. ഡിസംബർ 31-നാണ് പറമ്പക്കടവ് പാലത്തിൻ്റെ അടുത്തുനിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് പട്ടണ പ്രദർശനം. അത് 4 പ്രാദേശിക കമ്മിറ്റിയിലെ ആളുകളെല്ലാം കൂടി കൂടിയിട്ടുള്ള ഒരു വരവ്, പക്ക മേളത്തോട് കൂടിയിട്ട് ഒരു 10-40 മേളക്കാരെല്ലാം കൂടി കൂടിയിട്ടുള്ള ഒരു ചടങ്ങ് ക്ഷേത്രത്തിലേക്ക് വരുന്നത്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് 4 പ്രാദേശിക കമ്മിറ്റികൾ രൂപം കൊണ്ടിട്ടുണ്ട്. വേങ്ങേരി പ്രാദേശിക കമ്മിറ്റി, കണ്ണാടിക്കൽ പ്രാദേശിക കമ്മിറ്റി, മലാപ്പറമ്പ് പാറോപ്പടി പ്രാദേശിക കമ്മിറ്റി, വെള്ളിമാടുകുന്ന് ഇരിങ്ങാടൻപള്ളി പ്രാദേശിക കമ്മിറ്റി. ഈ 4 കമ്മിറ്റീൻ്റെയും നേതൃത്വത്തിൽ 27, 28, 29, 30 ദിവസങ്ങളിൽ ക്ഷേത്രത്തിലേക്ക് ആഘോഷ വരവ്, അത് നിശ്ചല ദൃശ്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഗംഭീര പരിപാടികളായിട്ടുള്ള വരവുകളാണ് ക്ഷേത്രത്തിലേക്ക് വരുന്നത്. അതുകൂടാതെ 3 ദിവസം ഗാനമേള, 3 പ്രാദേശിക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗംഭീര ഗാനമേളകളും നടക്കുന്നുണ്ട്. ഇന്ന് ഡിസംബർ 25-ാം തീയതി ക്ഷേത്രത്തിൻ്റെ വക ഒരു ഗാനമേള ഇപ്പോൾ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഉത്സവത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് 4 പ്രാദേശിക കമ്മിറ്റികൾ, ക്ഷേത്രം ഭരണസമിതി, നാട്ടുകാർ, ഭക്തജനങ്ങൾ, മാന്യ മെമ്പർമാർ, മാതൃസമിതി, ഭജനസമിതിയിലെ മുഴുവൻ ആളുകൾ, ക്ഷേത്രം ജീവനക്കാർ, രക്ഷാധികാരി, തന്ത്രി തുടങ്ങിയിട്ടുള്ള എല്ലാവിധ ആളുകളുടെയും പൂർണ്ണ സഹകരണത്തോടു കൂടിയിട്ടാണ് ഈ പരിപാടി ഇവിടെ ക്ഷേത്രത്തിൽ നടക്കുന്നത്. ക്ഷേത്രത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ 73 വർഷമായി ഈ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രം പണ്ട് ജീർണിച്ച അവസ്ഥയിലായ സമയത്ത് മലബാറിലെ ട്രാൻസ്പോർട്ട് വ്യവസായി പരേതനായ ചോലപ്പുറത്ത് കുഞ്ഞുകുട്ടി എന്നവർ വില കൊടുത്ത് വാങ്ങി അതിൻ്റെ നടത്തിപ്പിന് വേണ്ടി ഒരു കമ്മിറ്റി ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹമാണെന്ന് രക്ഷാധികാരിയായിട്ട് ക്ഷേത്രത്തെ നിലകൊള്ളുന്നത് ചോലപ്പുറത്ത് അജയ്. മറ്റ് 21 അംഗ ഭരണസമിതിയുണ്ട്, 5 ഭാരവാഹികളുണ്ട്, മാതൃസമിതി, ഭജനസമിതി, അങ്ങനെയുള്ള എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയിട്ടാണ് ക്ഷേത്രം മുമ്പോട്ട് പോകുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 41 ദിവസം മണ്ഡലകാലത്ത് ഞങ്ങൾ രാവിലെ ഭിക്ഷ കൊടുക്കുന്നു, 41 ദിവസവും. പിന്നെ പ്രസാദ ഊട്ട്
നമ്മുടെ അടുത്തൊന്നും കാണാത്ത രീതിയിലുള്ള ഇന്നിപ്പോൾ 3200 ആളാണ് ഭക്ഷണം കഴിച്ചിട്ടുള്ളത്. 7 ദിവസം ഇവിടെ പ്രസാദൂട്ട് കൊടുക്കുക ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അതേമാതിരി തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, MLA, MP, കൗൺസിലർമാരൊക്കെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. കൂട്ടായ പ്രവർത്തനത്തിന് ACB ന്യൂസ് കോഴിക്കോട്.